അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് ഡർബനിലേക്കാട്ടോ. എൻ്റെ പേര് നമ്മുടെ ഈ ഡർബൻ ട്രിപ്പ് കുറച്ച് ലോങ് ആട്ടോ. ഡർബനിൽ നമ്മൾ 3 ദിവസം നിൽക്കും. അത് കഴിഞ്ഞ് ഡ്രാഗൺസ്ബർഗിൽ ഒരു സ്റ്റേ ഉണ്ട്. അത് കഴിഞ്ഞ് ക്ലാരൻസിൽ ഒരു സ്റ്റേ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ദിവസത്തെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഈ ട്രിപ്പിൽ എൻ്റെ കൂടെ മിന്നും ചിറ്റയും അച്ഛനും വൈഷ്ണനും മാത്രമുള്ളൂ കേട്ടോ. ജോനാസ്ബർഗിൽ നിന്ന് നമ്മളൊരു 7 മണിയായപ്പോഴത്തേക്ക് ഇറങ്ങി. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു, നമുക്ക് അങ്ങ് ഓടിച്ച് പോകായിരുന്നു. നമ്മുടെ ട്രിപ്പ് ഏകദേശം 5.5 മണിക്കൂർ എടുക്കും കേട്ടോ. 570 കിലോമീറ്ററാണ് നമുക്ക് പോകാനുള്ളത്. സൗത്ത് ആഫ്രിക്കയിൽ വന്നതിന് ശേഷം മിക്കവാറും നമ്മൾ എല്ലാ സൺറൈസും കാണാറുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ ട്രിപ്പെല്ലാം രാവിലെ 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴാണ് തുടങ്ങുന്നത്. ഇത് നമ്മൾ പോകുന്ന വഴിക്ക് ഡിവൈഡറിൽ തീ കത്തുന്നതാണ് കേട്ടോ. ഇത് കൺട്രോൾഡ് ഫയറാണ്. ഇത് അവിടുത്തെ ചെടികളെല്ലാം ഒന്നുകൂടെ നല്ലതായിട്ട് വളരാൻ വേണ്ടി അവർ കത്തിച്ച് വിടുന്ന കേട്ടോ. നമുക്ക് കേപ്പ് ടൗണിൽ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് കേപ്പ് ടൗൺ പോലത്തെ ഒരു സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാട്ടോ നമ്മളെ വൈഷ്ണവം കൊണ്ടുപോകുന്നത്. നമ്മൾ പോകുന്നത് നമ്മുടെ ഫോർഡിൻ്റെ എവറസ്റ്റ് എന്ന് പറഞ്ഞ വണ്ടി കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് എൻഡേവറായിട്ട് വരേണ്ട വണ്ടി. അതിൻ്റെ ലെയിൻ കീപ്പിംഗ് ഫീച്ചർ ആട്ടോ ഈ കാണുന്നത്. ഡർബനിൽ പോർട്ടുള്ളതുകൊണ്ട് ഏതെങ്കിലും രാജ്യത്തേക്കൊക്കെ കയറിപ്പോകുന്ന BMW ആയിരിക്കും ഇത്, അല്ലെങ്കിൽ അവിടെ വിൽക്കാനുള്ള ഏതെങ്കിലും വണ്ടികളായിരിക്കും കേട്ടോ. നമ്മൾ ഡർബനിലേക്ക് പോകുന്ന വഴിക്ക് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ സമയം 8:30 എല്ലാവർക്കും വിശന്ന് തുടങ്ങി. അപ്പോൾ നമ്മൾ ബെൽഫോർ എന്ന സ്ഥലത്ത് നമ്മളൊരു പെട്രോൾ സ്റ്റേഷനിൽ നിർത്തി കേട്ടോ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി. അവിടെ 2 ക്യൂട്ട് പപ്പീസിനായിട്ട് ഒരു ആൻറ്റി നിൽക്കുന്ന നോക്കി. എന്താ പിന്നെ കഴിക്കുന്നത്? സാൻഡ്വിച്ച് ആണോ? പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെറിയൊരു സ്നാക്ക് ഗ്രാബ് ചെയ്തിട്ട് നമ്മളങ്ങ് പോകാം കേട്ടോ. ഇരുന്നൊന്നും കഴിക്കുന്നില്ല. 500 കിലോമീറ്റർ കവർ ചെയ്യാനുണ്ടല്ലോ. നമ്മളവിടെയുള്ള സ്റ്റേഴ്സിൽ കയറി ടേക്ക് അവേ ഫുഡായിട്ട് ഓർഡർ ചെയ്തത്. ടേക്ക് അവേ ഫുഡ് ആണെങ്കിലും സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ കിട്ടും. അത് അവർ ചൂടാക്കി തരും. നമ്മൾ മേടിച്ച സാധനം പപ്സ് പോലത്തെ. അപ്പം പുറത്തുനിന്ന് കഴിച്ചില്ലെങ്കിൽ വണ്ടിക്കകത്തെല്ലാം വീഴും. ഏതാ BMW GS 12506. ഇങ്ങനെയുണ്ട് പിന്നെ പൈ. നമ്മുടെ നാട്ടിലെ പപ്സ് പോലെയാണ്, പക്ഷേ അതിലും അടിപൊളി ടേസ്റ്റാണ്. വലിയ താമസമില്ലാതെ എല്ലാവരും കഴിച്ച ഉടനെ തന്നെ ഇറങ്ങി കേട്ടോ. ഇനി ഞാൻ മിന്നിന് കുറച്ച് കമ്പനി കൊടുക്കാൻ ഓർത്ത് പുറകെ പോയിരുന്നു. ഡർബനിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ സ്കെയിൽ വെച്ച് വരച്ച പോലെ കേട്ടോ. നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വലിയ എഫേർട്ടൊന്നുമില്ല. വെറുതെ ക്രൂസ് കൺട്രോൾ വിട്ട് ഈ വണ്ടിക്കാണ് ഓട്ടോണമസ് ഡ്രൈവിംഗ് ഉണ്ടല്ലോ, അത് വിട്ട് അങ്ങ് ഇരുന്നാൽ മതി കേട്ടോ. നമ്മൾ ജോനാസ്ബർഗിൽ നിന്ന് ഡർബനിലേക്ക് പോകുന്ന N3 എന്ന് പറഞ്ഞ ഹൈവേയിലാട്ടോ. ആ പോകുന്ന വഴിക്ക് ഹാരിസ് സ്മിത്ത് എന്ന് പറഞ്ഞൊരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ട്. നമ്മളെ നാൻഡോസിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാണ്ടല്ലോ റെസ്റ്റോറൻറ്റ്സ് ഒന്നുമില്ല, വെറൈറ്റീസ് ഒന്നുമില്ല എന്നാട്ടോ ചേട്ടൻ പറഞ്ഞത്. അപ്പം ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. ഗരാജുകളുണ്ട്. ഗരാജ് എന്ന് പറഞ്ഞാൽ പമ്പുകളുണ്ട്. പമ്പ് സ്റ്റേഷനിൽ നമ്മൾ രാവിലെ കഴിച്ച പോലത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കിട്ടുള്ളൂ. ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഇവിടെ നിർത്താൻ വേറൊരു കാര്യങ്ങളുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാട്ടോ. ഞാൻ കാണിച്ചു തരാം. ഈ സ്റ്റേഷന് ബെർഗ് വ്യൂ സ്റ്റേഷൻ എന്നൊരു പേരുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ മൗണ്ടൻ വ്യൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കാണുന്നതെല്ലാം ഡ്രാഗൺസ്ബർഗ് എന്ന് പറഞ്ഞ മൗണ്ടൻസിൻ്റെ റേഞ്ച് ആട്ടോ. ഈ ട്രിപ്പിൽ നമ്മൾ ഡ്രാഗൺസ്ബർഗും പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. എൻ്റെ ഫോട്ടോ നേരത്തെ ഞങ്ങളുടെ ഫോട്ടോ അച്ഛനോട് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. നേരത്തെ ഞാൻ ആ മലേൻ്റെ ബാക്കിൽ പോയി നിന്ന് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു പുള്ളി വണ്ടി നിർത്തി തന്നു നമുക്ക് വേണ്ടി. ഫോട്ടോ എടുക്കുന്നുണ്ട്, ഫ്രെയിം കവറായിരിക്കും നമുക്ക് വേണ്ടി നിർത്തി തന്നു. നാട്ടിലെങ്ങാനും ആയിരുന്നെങ്കിൽ മാറ് കൂട്ടിയിട്ട് രണ്ട് അക്ഷരം കൂട്ടി വിളിച്ചേനെ. അക്ഷരം കൂട്ടി വിളിച്ച് അവരുടെ ഫോട്ടോ എടുപ്പ് പറഞ്ഞിട്ട്. അത് പക്ഷേ ഇന്ത്യക്കാരുമാണ്. അതാണ് ഞാൻ ഞെട്ടിപ്പോയി. നമ്മൾ നാൻഡോസിൽ നിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടോ. പിന്നെ അതിൻ്റെ അടുത്തുള്ള ഒരു 1 സ്റ്റോപ്പിൽ കയറി കുറച്ച് എനർജി ഡ്രിങ്ക് ഒക്കെ മേടിച്ചു. നല്ല ലോങ് ഡ്രൈവ് പോകാനുള്ളതല്ലേ. ഇത് കുറച്ച് കുടിച്ച് നോക്കാം. അപ്പം ഒരു എനർജി ഡ്രിങ്ക് കേട്ടോ. ഫുഡ് വരാൻ കുറച്ച് ഡിലേ ഉള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ സൈഡിലൊരു പാർക്കൊക്കെ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടോ. അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നടന്നതാണ്. നല്ല 90% ആൾക്കാരും വണ്ടിക്കകത്ത് കവർ വെച്ചിട്ടാണ് നടക്കുന്നത്. നമ്മളാണെങ്കിലും ട്രാവൽ ചെയ്യുമ്പം വണ്ടിക്കകത്തൊരു കവർ വെച്ചിട്ടുണ്ടല്ലോ. വേസ്റ്റ് എല്ലാം അതിൻ്റെ തന്നെ ഇടുക ചെയ്യുന്നത്. എന്നിട്ട് എവിടെയെങ്കിലും ഗാർബേജ് ക്യാനോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും കാണുമ്പോൾ മാത്രമേ എല്ലാം വീട്ടിൽ കൊണ്ടുപോയി തിരിച്ച് കളയത്തേ ഉള്ളൂ. ഇവിടെ എല്ലാവരുടെയും ഒരു കൾച്ചർ അതാട്ടോ. അല്ലാണ്ട് മറ്റേ തിന്നിട്ട് കൊട്ടായിൻ്റെ കൂടെ ചില്ല് താത്തി വിടുവോ, അല്ലേ ലേസിൻ്റെ കവർ എടുത്തിട്ട് തിന്നിട്ട് പുറത്തോട്ട് വിടുവോ, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ. ഇവിടെ നല്ല വിൻഡിയാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട് കേട്ടോ. എന്നിട്ട് തണുപ്പുണ്ടായിട്ടും ഇന്ന് മേടിച്ച സാധനമല്ലോ ഐസ്ക്രീം, അതാണ് തിന്നേണ്ടത് കേട്ടോ. നമ്മൾ വണ്ടി ഇട്ട് വെച്ചേക്കുന്ന സ്ഥലം ഇതാട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പാർക്കിംഗ് ഏരിയയാണ് ഇതിന് ചുറ്റുമുള്ള. ഡർബനിലേക്ക് പോകുന്ന എല്ലാവരും ഇവിടെ നിർത്തും കേട്ടോ, ഈ വ്യൂ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി. ഫുഡ് വരാൻ ഇച്ചിരി ഡിലേ ആയാൽ നന്നായി, കാരണം ഈ വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റില്ലോ. നമ്മൾ ഫുഡ് ടേക്ക് അവേ ആട്ടോ എടുത്തത്. പോകുന്ന വഴിക്ക് തിന്നാന്ന് പറഞ്ഞു. അത്രയും കൂടെ സമയം നമുക്ക് ലാഭിക്കാമല്ലോ. ഇനി കുറച്ച് നേരം അച്ഛൻ വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞു. നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ മുന്നോട്ട് കാണുന്നത് മുഴുവൻ നോർത്തേൺ ഡ്രാഗൺസ്ബർഗ് ആട്ടോ.
നമ്മൾ ജോനാസ്ബർഗിൽ നിന്ന് വിട്ടിട്ട് ഈ എൻട്രിയിൽ കയറിയതിന് ശേഷം എങ്ങോട്ട് നോക്കിയാലും നല്ല വാൾപേപ്പർ പോലത്തെ സ്ഥലങ്ങളാട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. നമ്മൾ നാൻഡോസിൽ നിന്ന് ഹോട്ട് പോട്ടാട്ടോ ഓർഡർ ചെയ്തത്. ഹോട്ട് പോട്ടിൻ്റെ മണമൊക്കെ വണ്ടിക്കകത്ത് നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് 12 മണി ആയപ്പോഴത്തേക്ക് വിശന്ന് തുടങ്ങി. ഒരു വണ്ടി നിറയെ കുതിര. ഇത് വല്ല ഫാമിലേക്ക് പോകുന്നതായിരിക്കും. നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ ട്രിപ്പ് കുറച്ച് ടൈറ്റ് ആയിരുന്നു കേട്ടോ. 15 ദിവസത്തേനാണ് നമ്മൾ വന്നത്. എല്ലാ ദിവസവും ട്രാവൽ ചെയ്യുന്ന രീതിയിലാട്ടോ ഐറ്റ്നറി സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ സമയം നമ്മൾ വണ്ടിയിൽ തന്നെയായിരുന്നു. നമ്മൾ വേറൊരു പെട്രോൾ സ്റ്റേഷൻ വരെ വന്നതാണ് കേട്ടോ. ഒന്ന് ഡ്രൈവർ മാറി കയറാൻ വേണ്ടി. ഇവിടെയും ഫുൾ വ്യൂ ആട്ടോ. ആ വ്യൂ കണ്ടോ? ഇവിടെയൊക്കെ മഴയാന്ന് തോന്നുന്നു അല്ലേ? ഇരുണ്ട് മൂടിയിരിക്കുന്നു. വലിയ താമസമില്ലാതെ നമ്മുടെ ഫുഡ് കഴിച്ചോളാൻ വൈശിട്ട് പറഞ്ഞു കേട്ടോ. കാരണം നമ്മൾ ടേക്ക് അവേ മേടിച്ചതല്ലേ. നമ്മൾ മേടിച്ചത് നാൻഡോസിൻ്റെ ഹോട്ട് പോട്ടാട്ടോ. ഹോട്ട് പോട്ട് എന്ന് പറഞ്ഞാൽ റൈസും കുറച്ച് വെജീസും കുറച്ച് ചിക്കനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അതിൻ്റെ വെജ് വെർഷനും കിട്ടും ചിക്കനില്ലാതെ. ഫുഡൊക്കെ കഴിച്ച് ചെറിയൊരു ഉറക്കമൊക്കെ പാസ് ചെയ്ത് പിന്നെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ ഗ്രാസ് ഹോപ്പിൽ കണ്ട പോലത്തെ പൈനുകളായിട്ട് നിൽക്കുന്നത്. നമ്മുടെ ഈ ട്രിപ്പിലെ വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വണ്ടിയിൽ ഒരു ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഏകദേശം ഗൂഗിൾ പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ ഡർബൻ സിറ്റിയിലേക്ക് എത്തിച്ചേർന്നു കേട്ടോ. ചെറിയ മഴയുള്ളതുകൊണ്ടാട്ടോ നിങ്ങൾക്ക് ആ വ്യൂ കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തത്. ഈ മുന്നിൽ കാണുന്ന മുഴുവൻ കടലാണ്. അപ്പോൾ ഡർബൻ സൗത്ത് ആഫ്രിക്കയിലെ ഈസ്റ്റ് കോസ്റ്റിലുള്ള ഒരു പോർട്ട് സിറ്റി കേട്ടോ. നമ്മൾ ഏത് ഗ്യാപ്പിൽ കൂടെ നോക്കിയാലും നമുക്ക് കടൽ കാണാൻ പറ്റും കേട്ടോ. അതാണ് ഈ സിറ്റിയുടെ ഒരു പ്രത്യേകത. ഈ മാപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന്. ഇനിയിപ്പോൾ നേരെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മൾ സീ ലോഡ്ജ് എന്ന് പറഞ്ഞൊരു എയർബിഎൻബിയിലാണ് നമുക്ക് റൂം എടുത്തേക്കുന്നത്. നമ്മൾ ഇത്രയും പേരുള്ളതുകൊണ്ട് നമ്മളൊരു 3 BHK ഫ്ലാറ്റ് ആട്ടോ റെൻറ്റ് ചെയ്തേക്കുന്നത്. ഇതൊരു എയർബിഎൻബി സെറ്റപ്പ് ആയതുകൊണ്ട് സെക്യൂരിറ്റി എടുത്ത് നമ്മുടെ ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ തന്നെ അയാൾ അവിടുത്തെ കീ തന്നു, എങ്ങോട്ടാണ് റൂം എന്ന് പറഞ്ഞു തന്നു. അപ്പോൾ ഇതാണ് ഇനി നമ്മൾ ഡർബനിൽ 3 ദിവസം സ്റ്റേ ചെയ്യാൻ പോകുന്ന പ്ലേസ് കേട്ടോ. ഇത് ബീച്ച് സൈഡ് ആയതുകൊണ്ട് ഇവിടെയുള്ള പ്രോപ്പർട്ടീസിനൊക്കെ അത്യാവശ്യം നല്ല പൊക്കമുണ്ട് കേട്ടോ. കാരണം ആ ബീച്ച് വ്യൂ കിട്ടാൻ വേണ്ടി. നമുക്ക് 10ാമത്തെ നിലയിലാണ് സ്റ്റേ കിട്ടിയേക്കുന്നത്. നമ്മളിങ്ങോട്ട് കയറി വന്ന ലിഫ്റ്റിൽ വെയിറ്റ് ഓവർലോഡ് ആയതുകൊണ്ടോ തോന്നുന്നു. അത് 9ാമത്തെ നിലയായപ്പോഴത്തേക്ക് സ്റ്റക്കായിട്ടോ. പിന്നെ നമ്മൾ ഒരു നില നടന്നങ്ങ് കയറി. ഇത് നമ്മൾ വന്ന സിറ്റീൻ്റെ സൈഡാണ്. രസമുണ്ടല്ലേ? ബാൽക്കണി ഉണ്ട്. അടിപൊളി വ്യൂ. അപ്പോൾ ഇവിടെ ആട്ടോ നമ്മുടെ സ്റ്റേ. ഇതൊരു ഡൈനിങ് ഏരിയ, ലിവിങ് ഏരിയ, കിച്ചൺ, ഒരു റൂം നോക്കട്ടെ. റൂം നമ്പർ 1. ലൈറ്റ് ഇട്ടില്ലേ? റൂം നമ്പർ 2. ഇവിടുന്ന് ഒരു ജനലുണ്ട്. ആ വ്യൂ ഒന്ന് നോക്കാം. അത് പക്ഷേ സിറ്റി വ്യൂ അല്ല, പക്ഷേ ബാൽക്കണി ഉണ്ട് കേട്ടോ. ഈ റൂം കൂടെ നോക്കാം. നമുക്ക് ഈ റൂമിൽ താമസിക്കാം അല്ലേ? എന്ത് അത് ബാറ്റബാ. ഇവിടുന്നും വ്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ വന്നു കേട്ടോ. ഇതൊരു BNB ആണ്. BNB എന്ന് പറയാൻ പറ്റത്തില്ല, അതുപോലത്തെ ഒരു സാധനമാണ്. വൈശാഖം ബുക്ക് ചെയ്തോട്ടോ. 3 ദിവസം തന്നെ നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. പിന്നെ വാൾഡക്കറൊക്കെ ഉണ്ടോ കുറച്ചിരിക്കുന്നത്. നമ്മുടെ ഹോട്ടലിലെ ആ ഫാനിൻ്റെ അവിടെ 2 വള്ളി കിടക്കുന്നുണ്ടോ. എന്താ അതിൻ്റെ പ്രത്യേകത എന്നറിയോ? ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓഫാവും, ലൈറ്റ് ഓഫാവും. ഇത് വലിച്ചു കഴിഞ്ഞാൽ ഫാൻ ഓഫാവുകയും ചെയ്യും, സ്പീഡ് കൂടുകയും ചെയ്യുന്നു. നമുക്കിവിടെ അത്യാവശ്യം കുക്ക് ചെയ്യാവുന്നൊരു കിച്ചണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വൈശാഖൻ അച്ഛനോട് അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി അത്യാവശ്യം 2-3 ദിവസത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കാൻ പോകുന്നു. ഇവിടുത്തെ TV ഒന്ന് വെച്ച് നോക്കാം. ചാനലൊക്കെ എന്നാ ഉണ്ടെന്ന് അറിയാം അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ബീച്ചിലൊന്നും ഇറങ്ങുന്നില്ല കേട്ടോ. നോക്കുന്നേ ഉള്ളൂ. ഒളിഞ്ഞ് നോക്കുന്നേ ഉള്ളൂ. വണ്ടി ഇതേ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഫ്രണ്ടിൽ കൂടി ഒരു വഴിയുണ്ട്. നമുക്ക് അവിടെ അതിലെ കൂടെ ബീച്ചിലേക്ക് ആക്സസ് ഉണ്ട്. അപ്പോൾ അതിലേ പോയിട്ട് ജസ്റ്റ് ബീച്ചൊക്കെ കണ്ട് അതിലെ കൂടെ നടന്നിട്ട് വരാം. 6 മണിക്ക് മഴ പറയുന്നുണ്ട്. സൺസെറ്റും ഓൾമോസ്റ്റ് ആറായെന്ന് തോന്നുന്നു. വെളിച്ചം കുറവാണ്. അപ്പോൾ മെയിനായിട്ടുള്ള ബീച്ചിലെ വീഡിയോസൊക്കെ നമ്മൾ നാളെ ഇടുന്നതായിരിക്കും കേട്ടോ.
ഒന്ന് ജസ്റ്റ് ഒന്ന് ബീച്ചൊക്കെ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഇവിടെയാണ്, അല്ല ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്, 10ാമത്തെ നിലയിൽ. ഫ്ലാറ്റിൻ്റെ ഓണർ ഒരു സെറ്റ് ഓഫ് കീസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഒരു കീ ഇട്ട് കഴിഞ്ഞാൽ ഈ ബീച്ചിലേക്കുള്ള ഗേറ്റ് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും കേട്ടോ. ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്രോപ്പർട്ടീസും ഇതുപോലെയുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ബീച്ച് എൻട്രൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാട്ടോ ബീച്ച്. ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഓ അടിപൊളി കേട്ടോ. ഇന്ന് ചെറുതായിട്ടൊരു ഫോഗ് പോലെയുണ്ട്, അതുകൊണ്ട് വീഡിയോയിൽ അത്ര ക്ലിയർ ആവുന്നില്ല സംഭവം. എന്നാലും അത്യാവശ്യം നല്ല വീഡിയോ കിട്ടുന്നത്, കുഴപ്പമില്ല. ചെരുപ്പൊക്കെ ഊരിയിട്ട് ഇങ്ങനെ മണ്ണിക്കോടൊക്കെ ഒരു സുഖമല്ലേ. ഏതോ കഴുത കൊണ്ടുപോയി സിറിഞ്ചൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ബാ, ഇന്ന് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല, ജസ്റ്റ് വെള്ളത്തെ തണുപ്പൊക്കെ ഒന്ന് നോക്കുന്നേ ഉള്ളൂ. ഇപ്പം നല്ല വേവ്സ് ആട്ടോ, അത്യാവശ്യം നല്ല വേവ്സ് ഉണ്ട്. നമുക്കൊന്ന് വെറുതെ കാല് മാത്രം നനച്ച് നോക്കാം. ആൾക്കാർ ഉണ്ട്, അത്യാവശ്യം ആൾക്കാരുണ്ട്, ജോഗിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. ഇതെല്ലാം അങ്ങനെയുള്ള ഹോട്ടൽസ് ആട്ടോ. നമ്മുടെ ഹോട്ടല് ഉണ്ട് ഇതിൻ്റെ പുറകിലാണ് വരുന്നത്, ഇതിൻ്റെ ഈ ബിൽഡിങ്ങിന് നേരെ പുറകില്ല, കാണാൻ പറ്റത്തില്ല ഇവിടുന്ന്. വെള്ളത്തിന് തണുപ്പുണ്ടോ നോക്കട്ടെ. തണുപ്പുണ്ടോ? ആ, ഇത് ഇവിടെ വരെ വരുന്നില്ല, അങ്ങോട്ട് വെള്ളം ഇവിടെ വരെ വരുന്നില്ല. ചെരുപ്പ് ഊരിയിട്ടതാ, അത് കോർക്കിൻ്റെ ചെരുപ്പായതുകൊണ്ട് പോയാൽ പണിയാ. വെള്ളം നനഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചീത്തയാവും. വരൂ, ഇവിടെ വരെ വരൂ. ചെറിയ തണുപ്പ്, തണുപ്പുണ്ടോ? പിന്നെ വലുത് വരുന്നുണ്ട്. വൈകിട്ട് സമയമായതുകൊണ്ട് വെള്ളത്തിന് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇച്ചിരി വെയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇറങ്ങാൻ നല്ല സുഖമായിരുന്നു. പിന്നെ ഞാനും മിന്നും കൂടെ കുറച്ച് കഥയൊക്കെ പറഞ്ഞ് ബീച്ചിൽ കൂടെ കുറച്ച് നേരം നടന്നു കേട്ടോ. അത്യാവശ്യം നല്ല കാറ്റുണ്ട്. ഞങ്ങളെല്ലാവരും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. സൺസെറ്റ് കാണാൻ പറ്റുമെന്നായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. ബീച്ച് അടിപൊളിയാട്ടോ, വെള്ളത്തിന് ഇച്ചിരി തണുപ്പുണ്ടെന്നേ ഉള്ളൂ. ഈ ബീച്ചിനോട് ചേർന്ന് തന്നെ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട് കേട്ടോ. ആ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ സൈഡുകളിൽ മുഴുവൻ കടകളാണ്, ഫുഡ് കഴിക്കാനുള്ളതും പബ്ബുകളും റെസ്റ്റോറൻറ്റ്സും അങ്ങനെയുള്ള ചെറിയ കഫേസും കാര്യങ്ങളും. നമ്മളിപ്പോൾ ആ സ്ട്രീറ്റിൽ കൂടെ കുറച്ച് നേരം നടന്ന് അവിടുത്തെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു കേട്ടോ. അപ്പോൾ ഈ ബീച്ചിൻ്റെ പേര് ഉംലങ്ക എന്നാട്ടോ. രാത്രി ആകുമ്പോഴത്തേക്ക് നമ്മൾ നിന്ന സ്ട്രീറ്റില്ലേ അവിടെ വരെ വെള്ളം വരുമെന്നാട്ടോ പറഞ്ഞത്. നമ്മളിന്ന് ട്രാവൽ ചെയ്ത് വന്ന ക്ഷീണമുള്ളതുകൊണ്ട് നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല കേട്ടോ. ബീച്ച് നമ്മൾ നാളെ രാവിലെ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 7 മണിയായിട്ടോ. നമുക്ക് കുറച്ച് ഫുഡൊക്കെ കഴിക്കാം. നമ്മൾ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ചിക്കനും റൈസും കുറച്ച് വെജീസും അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് മേടിച്ചത്. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നമ്മുടെ ബാൽക്കണിയിൽ വന്ന് നിന്ന് വെറുതെ നിൽക്കുക കേട്ടോ. ഇന്ന് മഴ പെയ്യാനൊരു മൂഡുണ്ട്, അത്യാവശ്യം നല്ല ഇടിമിന്നലുണ്ട്. അതെങ്ങനെയും ക്യാപ്ചർ ചെയ്യാന്നുള്ളതാണ് ഇനി എൻ്റെ ഉദ്ദേശം. ഇത്രയും ട്രാവൽ ചെയ്തൊക്കെ വന്നതിൻ്റെ ക്ഷീണം കാരണം കിടന്നപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി കേട്ടോ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ആ കടലിൻ്റെ ഒച്ചയും ആ ഇടിമിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. ഡർബനിലെ നമ്മുടെ വിശേഷങ്ങൾ തീരുന്നില്ല കേട്ടോ. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.